പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് വടക്കുന്നാഥൻ, ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിനാധാരമായിട്ട് സങ്കീർത്തന പുസ്തകം അതിൻ്റെ 75-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. അവിടെ പറയുന്നു, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്, ദൈവം ന്യായാധിപതിയാകുന്നു. അപ്പോൾ ഇവിടെ 3 ദിക്കിനെ കുറിച്ച് പറയുകയാണ്. ഈ 3 ദിക്കിൽ നിന്നല്ല ഉയർച്ച വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നതെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്. ഇനി 4മതൊരു ദിക്ക് എന്താണ്? വടക്കാണുള്ളത്. അപ്പോൾ വടക്ക് നിന്നാണ് ഉയർച്ച വരുന്നത് എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ ചിന്തിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, 26-7. ആ വാക്യം ഇങ്ങനെ പറയുന്നു, ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അപ്പൊ ഇവിടെ പറയാണ്, ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. അപ്പോൾ ഉത്തരത്തിൽ ദിക്കെന്ന് പറഞ്ഞ എന്താണ്? നോർത്താണ്. അപ്പൊ അവിടെ എന്താണ്? അവൻ ശൂന്യത്തിന്മേൽ എന്താണ് വിരിക്കുന്നു എന്ന് ഇയ്യോബിന്റെ പുസ്തകം 26-7 പറയുന്നു. ഇനി ഇയ്യോബിന്റെ പുസ്തകം തന്നെ 37-9 വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു, 37-9. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തര ദിക്കിൽ നിന്ന് കുളിരും വരുന്നു. അപ്പൊ ഇവിടെ പറയാണ്, ഉത്തര ദിക്കിൽ നിന്ന് എവിടെയാണ്? നോർത്തിൽ നിന്ന്, അല്ലെ എന്താണ്? ഉത്തര ദിക്കിൽ നിന്ന് എന്താണ്? അവിടെ കുളിര് വരുന്നു. അല്ലെ വടക്ക് നിന്ന് എന്ത് വരുന്നു? കുളിര് വരുന്നു എന്നെന്ത് ചെയ്യാണ് വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു. ഇനി 1-2 വാക്യം കൂടി നമുക്ക് നോക്കാം. ഈ സദൃശ്യവാക്യങ്ങളില് 25-23, സദൃശ്യം 25-23 സദൃശ്യവാക്യങ്ങൾ വായിക്കുന്നു. 25-23. വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. അപ്പൊ നോർത്തിൽ നിന്ന് അല്ലെങ്കിൽ വടക്കിൽ നിന്ന് എന്താണ്? മഴ കൊണ്ടുവരുന്നു എന്ന് ഈ വാക്യത്തിൽ എന്താണ് വിവരിച്ചിരിക്കുക. ഇനി ഉത്തമഗീതം 4-16, 1-2 വാക്യങ്ങൾ വായിച്ച് നമ്മൾ കൃത്യമായിട്ട് തെളിക്കും. ഉത്തമഗീതം 4-16 വാക്യം. അവിടെ ഇതിരിക്കുന്നു, വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിനെ അതിന്മേൽ ഊതുക, എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിനെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. അപ്പൊ ഇവിടെ പറഞ്ഞു, വടതിക്കാറ്റെ ഉണരുക. അപ്പൊ ആ കാറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്യണം? അടിച്ചിട്ട് എന്ത് ചെയ്യണം? തോട്ടത്തിന്മേൽ എന്താണ്? സുഗന്ധം വീശേണ്ടതിനെ അതിന്മേൽ ഊതുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി യെശയ്യാ പ്രവചനം, അവിടെയാണ് നമുക്ക് മെയിൻ തെളിവ് കിടക്കുന്നത്. യെശയ്യാ പ്രവചനം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അവിടെ പ്രകാരം പറയുന്നു, നമുക്കറിയാം ഈ ഭാഗം ലൂസിഫറിനെ കുറിച്ചാണ് ഈ ഭാഗം പറഞ്ഞു വരുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, ലൂസിഫർ പറയാണ്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ ലൂസിഫർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വിവരിക്കുന്നത്. അപ്പൊ എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് വീഴും. അപ്പൊ ഇവിടെ ലൂസിഫറിനെ വെട്ടി എവിടേക്ക് ഇട്ടു? പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് എന്ത് ചെയ്തു? വീഴും ദൈവം പറയുക. അപ്പൊ ഭൂമിയിലേക്കല്ല വെട്ടിയിട്ടത്, പാതാളത്തിലേക്കാണ്. ഈ വിഷയം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ ലൂസിഫർ എന്താണ് ചിന്തിച്ചത്? അവൻ പറയാണ്, ഞാൻ ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. അതായത് ഇവൻ പറഞ്ഞെന്താണ്? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. എന്നിട്ട് അവൻ പറഞ്ഞു, ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും എന്ന് പറഞ്ഞാൽ ദൈവം ഉത്തര ദിക്കിലാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വടക്ക്, നോർത്ത് അല്ലെ, വടക്ക്. അപ്പൊ ഇവിടെ കൃത്യമാണ് ദൈവം എന്താണ്? വടക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞെന്താണ്? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. അപ്പൊ വളരെ വ്യക്തമാണ്, നമ്മുടെ ദൈവം ഇരിക്കുന്നത് എന്താണ്? വടക്കാണ് എന്ന് വളരെ വ്യക്തമാണ്. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു,
ദൈവം ഇരിക്കുന്ന വടക്കാണ്. അതുകൊണ്ടാണ് അവിടെ എന്താണ് 3 ദിക്കിൽ നിന്നല്ല ഉയർച്ച വരുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്തു? 75-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വായിച്ചു. അവിടെ വടക്കിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടില്ല? കിഴക്കും പടിഞ്ഞാറും തെക്കിനെ കുറിച്ചാണ്. അവിടെ നിന്നല്ല ഉയർച്ച വരുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ എവിടെ നിന്നാണ്? വടക്ക് നിന്നാണ് ഉയർച്ച വരുന്നത്. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം വടക്കാണ് ഇരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ വടക്കുനാഥൻ എന്താണ്? നമ്മൾ സേവിക്കുന്ന ദൈവമാണ് എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.